വെട്ടിക്കുറച്ച DA കുടിശ്ശിക നൽകണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF CPI അനുകൂല സർവീസ് സംഘടനകളുടെ പണിമുടക്ക് പൂർണ്ണം. CPM BJP അനുകൂല സർവീസ് സംഘടനകൾ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. അന്തരിച്ച ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സമരത്തിൽ പങ്കുചേർന്നു. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരത്തെ നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും അതിനെ തള്ളിക്കൊണ്ടാണ് സമരം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലകളിൽ സിവിൽ സ്റ്റേഷനുകൾക്ക് മുൻപിലും സമരക്കാർ പ്രതിഷേധ ജാഥ നടത്തി. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA കുടിശ്ശിക വെട്ടിക്കുറച്ചത് പിൻവലിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. പണിമുടക്ക് സമ്പൂർണ്ണ വിജയമാണെന്നും സമരം ചെയ്യുന്ന സംഘടനകൾ അവകാശപ്പെട്ടു. സർക്കാർ ജീവനക്കാർ ഏതാണ്ട് 65% സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയിരിക്കുന്നു. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനല്ലെന്നും ജീവനക്കാരുടെ ജീവിത സമരമാണിതെന്നുമായിരുന്നു ജോയിന്റ് കൗൺസിൽ നേതാക്കളുടെ പ്രതികരണം. അന്തരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സർക്കാർ ജീവനക്കാരുടെ സമരത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ട കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ടാണ് മഞ്ജുഷ. നവീൻ ബാബുവും മഞ്ജുഷയും NGO യൂണിയൻ സജീവ പ്രവർത്തകരായിരുന്നു. ജീവനക്കാരുടെ പണിമുടക്ക് പല സർക്കാർ ഓഫീസുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചു. അതേസമയം സമരത്തിൽ പങ്കെടുക്കാത്ത ജീവനക്കാർക്ക് ഓഫീസുകളിൽ പോലീസ് സംരക്ഷണം നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം.